നിരവധി തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും മതേതരത്വം ബലി കഴിച്ചുകൊണ്ടുള്ള ഒരു കോംപ്രമൈസിനും തയ്യാറാവില്ല. അതിനേക്കാൾ വലിയ വാക്ക് ഈ മഹാസമ്മേളനത്തിൽ വെച്ച് നൽകേണ്ടതില്ല. വി.ഡി. സതീശൻ ജി ഇങ്ങനെ മാസായി പ്രസംഗിച്ചു വരുമായിരുന്നു. അപ്പോഴാണ് ഏതോ ഒരു ചതിയൻ പഴയ ഒരു വാർത്ത കുത്തിപ്പൊക്കിയെ. കണ്ടു നോക്കിയേ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ വീണ്ടും ഹിന്ദു ഐക്യവേദി രംഗത്ത്. RSSനോട് വോട്ട് ചോദിച്ചയാളാണ് സതീശൻ. 2001-ലും 2006-ലും സതീശൻ RSS നേതാവിനെ രഹസ്യമായി കണ്ടിരുന്നുവെന്നും ഹിന്ദു ഐക്യവേദി നേതാവ് RV ബാബു ആരോപിച്ചു. ഇതാണ് സാക്ഷാൽ വി.ഡി. സതീശൻ. തെരഞ്ഞെടുപ്പ് ജയവും അധികാരവും മാത്രമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതിന് RSSനോടും കൂട്ടുകൂടും, ജമാഅത്തെ ഇസ്ലാമിയോടും കൂട്ടുകൂടും. അതിന് യാതൊരു പ്രശ്നവും സതീശനില്ല. സംശയമുണ്ടെങ്കിൽ കോൺഗ്രസ് നേതാവായ കൊടിക്കുന്നിൽ സുരേഷിനോട് ചോദിച്ചാൽ മതി. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കു സുരേഷ് ഏട്ടാ. വി.ഡി. സതീശൻ ഏറ്റവും വലിയൊരു അധികാരമോഹിയാണ്. നമുക്കറിയാം, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന ആദ്യഘട്ടത്തിൽ മന്ത്രിയാകാൻ ശ്രമിക്കുകയും അത് നടക്കാതെ വന്നപ്പോൾ ഹരിത MLA-മാരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കി ഗവൺമെന്റിനെ സ്ഥാനത്തും അസ്ഥാനത്തും വിമർശിച്ച് മുന്നോട്ട് പോയ ആളാണ് ശ്രീ സതീശൻ. അപ്പൊ അതും തീരുമാനമായി. പിന്നെ സംഭവം സതീശൻ ജിയെ പേടിപ്പിക്കാൻ പഴയ ചിത്രങ്ങളൊക്കെ പുറത്തുവിട്ടെങ്കിലും അദ്ദേഹത്തോടുള്ള RSS നേതാക്കളുടെ ആ കെയറിങ്ങിന് ഒരു കുറവും വന്നിട്ടില്ല. സംശയമുണ്ടോ? ഹിന്ദു ഐക്യവേദിയുടെ നേതാവായ RV ബാബുവിന് എന്തോ ഒന്ന് പറയാനുണ്ട്. സതീശനെ കുറിച്ച് അദ്ദേഹത്തെ വ്യക്തിപരമായി ബാധിക്കുന്ന നിരവധി വിഷയങ്ങളുടെ വാർത്തകളും ചിത്രങ്ങളും ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതൊന്നും ഞങ്ങൾ പുറത്തു വിട്ടിട്ടില്ലല്ലോ. ചുമ്മാതല്ല, മാങ്കൂട്ടം കോൺഗ്രസിൽ തഴച്ചു വളർന്നത്. അതും പോട്ടെ, ഈ RV ബാബു സംഘിയല്ലേ? ഇനി എങ്ങാനും പതിവ് പോലെ കള്ളം വല്ലതും പറഞ്ഞതാണെങ്കിലോ? അയ്യോ, RV ബാബു ചേട്ടാ അങ്ങനെയാണോ? എങ്കിൽ ബാബു ചേട്ടൻ എന്തോ കൂടി പറയാനുണ്ടെന്ന്. ഞാനിട്ട ഫോട്ടോ തെറ്റാണ് എന്ന് ഞാൻ പങ്കെടുത്തിട്ടില്ല എങ്കിൽ സതീശൻ സ്വാഭാവികമായിട്ടും സതീശനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ചെയ്ത കാര്യമാണ് എന്നാണ് വരിക. അങ്ങനെയാണെങ്കിൽ സതീശൻ എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? ഞാൻ സതീശൻ അതിനു വേണ്ടി വെല്ലുവിളിക്കുക. 3 വർഷമായി RV ബാബു സതീശൻ ജിയെ വെല്ലുവിളിച്ചിട്ട് ഇതുവരെ ഒരു പ്രസ്താവന ബാബുവിനെതിരെ ഇറക്കാനുള്ള ഗട്സ് പോലും സതീശൻ ജിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെയാണ് നിയമ നടപടി. അപ്പോ സതീശൻ ജിയുടെ അടുത്ത തള്ളുമായി വീണ്ടും കാണാം. ബൈ ദ ബൈ. ഞാൻ പോകുന്നു. ബൈ ദ ബൈ.